എല്ലാം അറിയാമെന്ന് സ്വയം അഹങ്കരിക്കുന്ന മലയാളികൾ നാറി നാണം കെട്ടു. നഷ്ടം അർജുൻ എന്ന ഒരു പാവം ചെറുപ്പക്കാരനും അവന്റെ കുടുംബത്തിനും മാത്രം. ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിൽ തിരച്ചിൽ വഴിതെറ്റിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നാണ് കർണാടക സർക്കാരിന്റെ ആലോചന എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപകടത്തിന്റെ വ്യാപ്തിയും ഭൂപ്രകൃതിയും സ്വഭാവവും കൃത്യമായി അറിയാവുന്ന കർണാടക DRF സംഘം പുഴയുടെ തീരവും പുഴയും കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് മിസ്സായ 7 പേരുടെ ബോഡി കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? കേരളത്തിൽ നിന്ന് എല്ലാം തികഞ്ഞവരാണെന്ന ധാരണയുണ്ടാക്കിയ കുറെ സ്വയം പ്രഖ്യാപിത രക്ഷാപ്രവർത്തകരും, പ്രത്യേകിച്ച് രഞ്ജിത്ത് ഇസ്രായേലിലെ പോലെയുള്ള കുറെ രക്ഷാപ്രവർത്തകരും അവരുടെ വാല് പിടിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളും നടത്തിയ തെറ്റായ ചില പ്രചരണങ്ങളും തെറ്റായ ചില നിർദ്ദേശങ്ങളുമാണ് ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ ഈ തെരച്ചിലിനെ വഴിതെറ്റിച്ചത്. എന്തായിരുന്നു ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശം? മാധ്യമങ്ങളുടെ ഉദ്ദേശം അർജുനന്റെ ജീവനൊന്നും അല്ലായിരുന്നു. മാധ്യമങ്ങളുടെ ഉദ്ദേശം അവരുടെ റേറ്റിംഗ് മാത്രം. രഞ്ജിത്ത് ഇസ്രായേലി ആകട്ടെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കാണുമ്പോൾ ചാടി വീണ് തനിക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ മാത്രമാണ് ശ്രദ്ധിച്ചത്. മാധ്യമങ്ങളും രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെയുള്ളവരും കേരള സർക്കാരും ചേർന്ന് നടത്തിയ പ്രഷറിൽ കർണാടകത്തിലെ ഉദ്യോഗസ്ഥർക്ക് ശരിയായ രീതിയിൽ അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ സാധിക്കാത്തത് തന്നെയാണ് ഈ അർജുൻ എന്ന ചെറുപ്പക്കാരനെ കണ്ടെത്താൻ ഇത്ര കാലതാമസമാണ് ഉണ്ടായത് എന്നതിന് ഒരു സംശയവുമില്ല. കർണാടക സർക്കാരിന് ഈ ഭാഗത്ത് പറ്റി ഏക വീഴ്ച ആർമിയെ കൊണ്ടുവരുന്നതിനുള്ള കാലതാമസം മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കർണാടകത്തിലെ DRF ഉദ്യോഗസ്ഥരും കർണാടക അധികാരികളും തുടക്കത്തിൽ പറഞ്ഞതുപോലെ നദിയും നദിയുടെ തീരവും കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി. ലാൻഡ് സ്ലൈഡിൽ ഈ പറയുന്ന ഭാഗങ്ങളിലൊന്നും വാഹനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോ തടഞ്ഞു കിടക്കാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. ആ ഭൂമിയെക്കുറിച്ചറിയാവുന്ന ആ എക്സ്പെർട്ടുകളുടെ വാക്കുകളെ അവഗണിച്ച് സർക്കാരുകളെ കുറ്റപ്പെടുത്തി, അധികാരികളെ കുറ്റപ്പെടുത്തി, ഞങ്ങൾ മലയാളികൾ ആരൊക്കെയോ ആണെന്ന ഭാവം ഉണ്ടാക്കി ആവശ്യമില്ലാത്ത വാർത്ത ചമച്ച് തെറ്റായ രീതിയിൽ തെറ്റായ ദിശയിൽ കാര്യങ്ങൾ കൊണ്ടുപോയ മാധ്യമങ്ങളും സ്വയം പ്രഖ്യാപിത രക്ഷാപ്രവർത്തകനായ രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെയുള്ളവരും ഇതിന് മറുപടി പറഞ്ഞേ മതിയാകും. നമ്മുടെ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കിട്ടാത്ത 10ഓളം ആൾക്കാരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴുമുണ്ട്. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയില്ല. തീർച്ചയായിട്ടും അവർ മണ്ണിനടിയിൽ പോയിട്ടുണ്ട്. അവരെ ലഭിക്കാഞ്ഞത് ഇവിടുത്തെ സാങ്കേതിക വിദ്യയുടെയോ തിരച്ചിലിൻ്റെയോ പോരായ്മ കൊണ്ടാണോ? അതിലൊരു കർണാടകക്കാരനോ തമിഴ്നാടുകാരനോ ആന്ധ്രാപ്രദേശുകാരനോ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടി ഇവിടെ വന്ന് തമ്പടിച്ച് ആവശ്യമില്ലാത്ത പ്രഷർ ചെലുത്തി നമ്മളെ വഴിതിരിച്ചു വിട്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും കേരളക്കര അല്ലെങ്കിൽ കേരളത്തിലെ അധികാരവർഗം പ്രതികരിക്കുന്നത്? എന്തായാലും ടോക്സ് ആദ്യം പറഞ്ഞതുപോലെ ആ പാവ മനുഷ്യൻ്റെ ജീവനാണ് വില നൽകേണ്ടി വന്നത്. നഷ്ടം ആ കുടുംബത്തിന് മാത്രം. ചെറുപ്പക്കാരിയായ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ കണ്ണീര് കാണുമ്പോൾ ഒരു മനുഷ്യനും നിറകണ്ണുകളോടെ അല്ലാതെ ആ വീഡിയോ മുഴുവൻ കാണാൻ സാധിക്കുന്നില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അംഗീകൃതമായ ഗവൺമെൻറ് ഏജൻസികളോ അധികാരികളോ അല്ലാതെ ഒരു മാധ്യമപ്രവർത്തകനെയും ഒരു സ്വയം പ്രഖ്യാപിത സന്നദ്ധ സംഘടനകളെയും അനാവശ്യമായി ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കടത്തിവിടരുത്. 2-3 കിലോമീറ്റർ അപ്പുറം വെച്ച് തന്നെ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണം. ആവശ്യമില്ലാത്ത റിപ്പോർട്ടിങ്ങും ആവശ്യമില്ലാത്ത പ്രഷറും കൃത്യതയോടെ ജോലി ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ആരും മനസ്സിലാക്കാത്ത കാര്യമുണ്ട്. ഏത് നിമിഷവും ലാൻഡ് സ്ലൈഡ് വീണ്ടും ഉണ്ടാകാവുന്ന മണ്ണിൽ, നനഞ്ഞ മണ്ണിൽ ആഹാരം കഴിക്കാതെ രാപകൽ അധ്വാനിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജീവനും വിലയുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. മാധ്യമങ്ങൾക്ക് റേറ്റിംഗ്, രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെയുള്ളവർക്ക് സ്വയം പ്രഖ്യാപിത ഹീറോ പരിവേഷം. നഷ്ടമോ സാധാരണ ജനങ്ങൾക്ക്. ആ കുടുംബത്തിന് മനഃശക്തിയും ആരോഗ്യവും നല്ലതും സംഭവിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും അധികാരവർഗം ശ്രദ്ധിക്കുക. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടത് കൃത്യമായ നടപടികളാണ്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആർമിയെ വിളിച്ചു വരുത്താനുണ്ടായ വീഴ്ച ഒഴിച്ചാൽ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് വേണം അനുമാനിക്കാൻ. നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളെ തടയാൻ മനുഷ്യൻ ഇന്നും പ്രാപ്തനായിട്ടില്ല. പ്രപഞ്ചശക്തിയെ വെല്ലുവാനുള്ള ശക്തി മനുഷ്യനായിട്ടില്ല എന്ന സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ദുബായ് പോലെയുള്ള ഒരു വലിയ നഗരം 2 മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിൽ അനുഭവിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കേരളമായാലും വികസിത രാജ്യമായാലും ഇന്ത്യയായാലും ലോകത്ത് ഏത് കോണിലായാലും പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ അടിയറ വെച്ചിട്ടേ ഉള്ളൂ. ഇനിയും അതേ സാധിക്കൂ. ടോക്സ് ആവർത്തിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങൾ നിയന്ത്രിക്കുവാൻ മനുഷ്യനെ കൊണ്ടാവില്ല. പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ അതിന് വേണ്ട ശക്തമായ നടപടിയെടുക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും സർക്കാരുകളെ, അധികാരികളെ അനുവദിക്കുക. ഇനിയെങ്കിലും കൃത്യമായ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാതെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നതിന് മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള കപടമുഖങ്ങളും കാരണക്കാരാകാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ നടത്തിയ ഒരു കുറ്റസമ്മതം കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. വിനു വി ജോണിന്റെ വോയിസിലേക്ക്. ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും
ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRF-നൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ. നാളത്തെ രക്ഷാ